മറ്റാർക്കുമില്ലാത്ത, തൻ്റെ സഹോദരന് പോലും ഇല്ലാത്ത കുണ്ടലങ്ങൾ കണ്ടുകൊണ്ട് കർണൻ ആകുലപ്പെടുന്നു. തന്നെയുമല്ല, ബാല്യത്തിൽ ഇന്നേ വരെ തനിക്ക് യാതൊരുവിധ പോറലുകളോ മുറിവുകളോ ഉണ്ടായിട്ടില്ല. അതിൽ ആശങ്കപ്പെടുന്നതും അത്ഭുതപ്പെടുന്നതുമായ കർണൻ ഒടുക്കം അവൻ തിരിച്ചറിയുന്നു, തന്നെ സംരക്ഷിച്ചു നിർത്തുന്ന എന്തോ ഒരു കവചം തൻ്റെ ശരീരത്തിൽ ഉണ്ടെന്ന്, അല്ലെങ്കിൽ തൻ്റെ ശരീരം ഒരു കവചത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അത് മനസ്സിലാക്കിയ കർണൻ പറഞ്ഞു തുടങ്ങുന്നു, അതെ, ഞാൻ ആ അത്ഭുതകരമായ സത്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ശരീരം അഭേദ്യമായ കവചം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഒരു തരത്തിലുള്ള ആയുധങ്ങളാലും എനിക്ക് യാതൊന്നും തന്നെ സംഭവിക്കുക ഇല്ല. കുതിക്കുന്ന രഥത്തിൽ നിന്നും ചാടിയാലും എനിക്ക് യാതൊന്നും തന്നെ സംഭവിക്കില്ല. അതിൻ്റെ അർത്ഥം ഞാൻ അമരനാകുന്നു എന്ന് ആകുന്നു. മരണത്തിൽ നിന്നും എൻ്റെ ഈ സ്വർണ്ണ കവചങ്ങൾ എന്നെ രക്ഷിക്കും എന്നത് മാത്രമാകുന്നു അതിൻ്റെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരിക്കലും ഭേദിക്കാൻ കഴിയാത്ത കവചങ്ങളും മിന്നുന്ന നീല വളയങ്ങളാകുന്ന കർണാഭരണങ്ങളും പിറവിയിൽ തന്നെ ഉണ്ടാകുന്നു എനിക്ക്. ഷോണൻ എൻ്റെ സഹോദരനാകുന്നു. എന്നിട്ടും അവൻ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ദിവ്യമായ കവചങ്ങളോ കുണ്ടലങ്ങളോ ഇല്ല? എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇവ ലഭിച്ചത്? ഞാൻ ആരാകുന്നു എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ അലട്ടുന്നു. എൻ്റെ മനസ്സിൽ ആ ചിന്തകൾ ആളിക്കത്തിക്കൊണ്ട് ഇരിക്കുന്നു. ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തൻ ആകുന്നു. ആ ചിന്തകൾ എന്നെ ചുട്ടുപൊള്ളിക്കുന്നു. എൻ്റെ ചിത്തം പല ചോദ്യങ്ങളാൽ ഒരു ഭ്രാന്തനെ പോലെ അലറുന്നു. പിന്നെ ആ അലർച്ചയിൽ നിന്നും മോചിതനായ എൻ്റെ മനസ്സ് എനിക്ക് പറഞ്ഞു നൽകിയ ഉത്തരമാകുന്നു, ഒന്നുമില്ല. നീ സാരഥി അധിരഥൻ്റെ പുത്രനാകുന്നു. നീ രാധയുടെ പുത്രനാകുന്നു. നീ ഷോണൻ്റെ വസുജ്യേഷ്ഠനാകുന്നു എന്ന് മാത്രമായിരുന്നു. അങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് ഞാൻ കഴിയുമ്പോൾ പിതാവ് എന്നോട് പറയുന്നു, നാളെ നമ്മൾ ഹസ്തിനാപുരത്തിലേക്ക് പോവുകയാണ്. അതിനായുള്ള ഒരുക്കങ്ങൾ എന്താന്ന് വെച്ചാൽ കയ്യിലെടുത്തുകൊള്ളുക. പിതാവ് പറയുന്നത് കേട്ടുകൊണ്ട് തെല്ലും ദുഃഖത്തോടെ അവിടേക്ക് കൊണ്ടുപോകുവാനുള്ള കുറച്ച് വസ്ത്രങ്ങളെല്ലാം അടുക്കി വെച്ചു. എൻ്റെ ഗംഗാമാതാവിനോടും എൻ്റെ കൂട്ടുകാരാകുന്ന ബ്രഹ്മദത്തൻ, വീരമിത്രൻ, ബാഹുകേതു എന്നിങ്ങനെ തുടങ്ങുന്ന എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം ഞാൻ വിട്ടുപോവുകയാണ്. ഈ 14 വർഷക്കാലം എനിക്ക് തണലേകിയ എൻ്റെ ആൽമരച്ചുവട്, എൻ്റെ വീട് എന്നിവയെല്ലാം ഞാൻ വിട്ടുപോവുകയാണ്. അതിലേറെ ഉപരി എൻ്റെ മാതാവ്, എൻ്റെ രാധമ്മ, എനിക്കായി എന്തും ചെയ്തു നൽകുന്ന എൻ്റെ രാധമ്മ, അമ്മയെ ഉപേക്ഷിച്ച് പോവുകയാണ് ഞാൻ. ജ്യേഷ്ഠ ജ്യേഷ്ഠ എന്ന് വിളിച്ചുകൊണ്ട് സദാ എൻ്റെ പിന്നാലെ നടക്കുന്ന, കുറ്റമറ്റതും ജാഗരൂകനുമായി എൻ്റെ ഒപ്പം നടക്കുന്ന എൻ്റെ ഷോണനെയും ഞാനിവിടെ ഉപേക്ഷിച്ചു പോകുന്നു. എന്നെ വല്ലാണ്ട് നൊമ്പരപ്പെടുത്തുന്ന ആ വേർപിരിയൽ എൻ്റെ പോറ്റമ്മയായ ഗംഗാമാതാവ്, അവളിൽ നിന്നും ഞാൻ അകന്നു പോവുകയാണ്. എൻ്റെ ആശയക്കുഴപ്പങ്ങളെല്ലാം ദൂരീകരിക്കുന്ന മാതാവിൽ നിന്നും, എൻ്റെ ഗംഗാമാതാവിൽ നിന്നും ഉദിച്ചുയരുന്ന ആദിത്യ ഭഗവാനെ കാണാൻ കഴിയുകയില്ലല്ലോ ഇനി മുതൽ. എൻ്റെ മറ്റൊരു വലിയ ദുഃഖമായിരുന്നു അത്. ഈ ഹസ്തിനാപുരം എങ്ങനെ ഉണ്ടാവുക? ആ നഗരിയുടെ വലിയ കൊട്ടാരങ്ങളും ആഢ്യത്വവും ഞാൻ ധാരാളമായി കേട്ടിരിക്കുന്നു. കൂറ്റൻ ആയുധപുരകളും മനോഹരമായ കുതിരകളെ അണിനിരത്തുന്ന നിരത്തുകളും വിശ്രമസ്ഥലങ്ങളും സപ്തവർണ്ണ വൃക്ഷങ്ങളും ക്ഷേത്രങ്ങളും അവയുടെ താഴികക്കുടങ്ങളും ആകാശത്തെ സ്പർശിക്കുകയും അവയെ ചുംബിക്കുന്നതും മാതിരി നിൽക്കുന്നു. വീരന്മാരാകുന്ന സൈനികന്മാർക്കാക്കുന്ന ആ നഗരി കുരുരാജവംശത്തിൻ്റെ തലസ്ഥാനമാകുന്നു എന്ന് ഞാൻ ധാരാളമായി ശ്രവിച്ചിട്ടുണ്ട് മുൻപ്. അങ്ങനെയൊക്കെ ചിന്തിച്ചും കൊണ്ട് ഞാൻ കൊണ്ടുപോകുവാനുള്ള സാധനങ്ങൾ രഥത്തിൽ കൊണ്ടുവച്ച് അപ്പോഴേക്കും എനിക്ക് സഹായകരമായി എൻ്റെ ഷോണൻ എൻ്റെ അരികിൽ വന്നു. എന്നാൽ ഒരു കാര്യം എന്തെന്നാൽ, അവന് അറിയുകയുണ്ടായിരുന്നില്ല ഞാൻ പുറപ്പെടാൻ തയ്യാറാകുകയാണെന്നുള്ള സത്യം. അവന് രഥം പിതാവ് എപ്പോൾ ഇവിടെ കൊണ്ടുവന്നാലും വളരെ ആശ്ചര്യവും ആകുന്നുവെന്നുള്ള കാര്യം ഞാൻ മുൻപ് പറഞ്ഞിരുന്നുവല്ലോ. രഥം കണ്ടുകൊണ്ട് നിന്ന അവൻ എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വന്നാലോ? അവൻ്റെ ചോദ്യത്തിന് ഞാൻ യാതൊരുവിധ ഉത്തരവും പറഞ്ഞില്ല. എൻ്റെ ചിന്ത മുഴുവൻ നാളെ ഞാൻ ഹസ്തിനാപുരത്തിലേക്ക് ഏവരെയും വിട്ടു പിരിഞ്ഞുകൊണ്ട് യാത്രയാകുന്നത് ആയിരുന്നു. അങ്ങനെ ഒടുക്കം ഞങ്ങൾ പുറപ്പെടാൻ സമയമായി.
പിതാവ് കുതിരകളെ ഓരോന്നിനെയും രഥത്തിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നു. പിതാവിനെ സഹായിച്ചുകൊണ്ട് ഷോണനും. ഞാൻ ഇവയെല്ലാം കണ്ടുകൊണ്ട് അമ്മയ്ക്ക് സമീപത്തായി നിന്നു. പുറപ്പെടുവാൻ അമ്മയോട് അനുവാദവും അനുഗ്രഹവും ആരാഞ്ഞു. അവരുടെ മാറോട് ചേർത്ത് നിർത്തിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ നെറുകയിൽ ചുംബിച്ചു. ശേഷം എന്നോട് പറഞ്ഞു, അവിടെ ചെന്ന് നീ ഒരിക്കലും നദികളിലൊന്നും ഇറങ്ങരുത്. അങ്ങനെ പറയുമ്പോൾ എൻ്റെ രാധമ്മയുടെ കവിളുകളിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. ആ കണ്ണുനീർത്തുള്ളികൾ എൻ്റെ ശിരസ് ഏറ്റുവാങ്ങി. പിന്നെ അമ്മ ശീഘ്രം തന്നെ പർണകുടിയുടെ അകത്തേക്ക് പോയി. അവിടെ നിന്നും ഒരു വെള്ളിപ്പെട്ടി എടുത്തുകൊണ്ട് എൻ്റെ കരങ്ങളിൽ തന്ന ശേഷം എന്നോട് പറഞ്ഞു, വസു, നീ എന്നെ ദർശിക്കണമെന്ന് ഓർക്കുമ്പോൾ ഈ പെട്ടിയിലേക്ക് നോക്കുക. ഇത് ഞാനാകുന്നു, നിന്റെ അമ്മയാകുന്നു എന്ന് അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് അവർ പറഞ്ഞു. ആ കുഞ്ഞുപെട്ടി ഭാണ്ഡത്തിലാക്കിക്കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ അമ്മയോട് യാത്ര പറഞ്ഞു. ഞാൻ രഥത്തിൽ കയറുന്നത് കണ്ടപ്പോൾ ഷോണൻ അച്ഛനോട് അശ്രു പൊഴിച്ചുകൊണ്ട് ആരാഞ്ഞു, പിതാവേ, ജ്യേഷ്ഠൻ എവിടേക്കാണ് യാത്രയാകുന്നത്? അവൻ്റെ ചോദ്യത്തിന് മറുപടിയായി പിതാവ് പറഞ്ഞു, ഞാൻ അവനെ ഹസ്തിനാപുരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് രഥം തെളിച്ച് മുൻപോട്ട് ചലിച്ചു. അങ്ങനെ ചലിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് കേൾക്കാമായിരുന്നു ഷോണന്റെ നിലവിളി. ഞാൻ അവനെ തിരിഞ്ഞു നോക്കി. കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ വലിയ വായിൽ കരയുന്നുണ്ടായിരുന്നു. അവൻ ജ്യേഷ്ഠ ജ്യേഷ്ഠ എന്ന് വിളിച്ചുകൊണ്ട് രഥത്തിന് പിന്നാലെ ഓടി. എന്നാൽ അമ്മ അവനെ തടഞ്ഞു നിർത്തി. അത് കണ്ടപ്പോൾ എനിക്ക് ആശ്വാസം ആയി. രഥചക്രത്തിന്റെ വേഗത കൂടുന്നത് അനുസരിച്ചുകൊണ്ട് എൻ്റെ ചമ്പാപുരിയുടെ കാഴ്ചകൾ എനിക്ക് മങ്ങിത്തുടങ്ങി. എൻ്റെ ബാല്യകാലത്തിന് നിറം പകർന്ന ആ പച്ചപ്പ് അകന്നു തുടങ്ങി. ബാല്യകാലത്തെ പച്ചപ്പിൽ നിന്നും ചമ്പാപുരി മുതൽ ഹസ്തിനാപുരം വരെയുള്ള എൻ്റെ ജീവിതം ഓടിത്തുടങ്ങി. ഹസ്തിനാപുരം കുരുകുലത്തിന്റെ രാജാക്കന്മാരുടെ സമൃദ്ധവും പുഷ്ടിയുള്ളതുമായ തലസ്ഥാനം, വീരയോദ്ധാക്കന്മാരുടെ നഗരം, വിവിധ തരത്തിലുള്ള കരകൗശല വിദഗ്ധന്മാരുടെ നഗരം, എൻ്റെ ഉജ്ജ്വലമായ ഭാവനയുടെ നഗരം, അച്ഛനിൽ നിന്നും ധാരാളം ശ്രവിച്ചിട്ടുള്ള ആ നഗരം, കൊട്ടാരങ്ങളുടെയും ക്ഷേത്ര താഴികക്കുടങ്ങളുടെയും ഭംഗി ഉയർന്നു നിൽക്കുന്ന ഹസ്തിനാപുരത്തിൻ്റെ ആകാശം ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ടു. ഗംഗാമാതാവ് അവളുടെ സകല സൗന്ദര്യത്തോടു കൂടി ആ നഗരത്തെ തഴുകിത്തലോടി ഒഴുകുന്നു. അങ്ങനെ ഞങ്ങളുടെ രഥം കൗരവരാജാവാകുന്ന ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ഭരണപ്രദേശത്ത് പ്രവേശിച്ചിരിക്കുന്നു. ഇനിയും എൻ്റെ ജീവിതമാകുന്ന രഥം ഈ നഗരത്തിലൂടെ കുതിച്ചുപായും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മാതാവിൽ നിന്ന് ലഭിച്ച വാത്സല്യവും സ്നേഹവും എനിക്ക് ഈ നഗരം തരുമോ എന്നതായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ രഥം രാജപാതയിലൂടെ നീങ്ങുമ്പോൾ അശ്വപാലകന്മാർ അശ്വങ്ങളെ പൊയ്കയിലോട്ട് നയിക്കുന്ന കാഴ്ചകൾ ഞാൻ കണ്ടു. കൂടാതെ കഴുത്തിലെ മണികൾ മുഴക്കിക്കൊണ്ട് നടന്നു വരുന്ന പശുക്കളുമായി വരുന്ന ഗോപാലകന്മാരെയും കണ്ടു. കുടം നിറയ്ക്കുവാൻ ഗംഗയിലേക്ക് പോകുന്ന സുന്ദരികളെയും കണ്ടു. വയലോലകളിൽ സൂര്യതാപം ഏറ്റുകൊണ്ട് അഷ്ടിക്കായി പോരാടുന്ന കർഷകരെയും ഞാൻ കണ്ടു. അങ്ങനെ തുടങ്ങുന്ന എല്ലാ കാഴ്ചകളും എൻ്റെ മനസ്സിൻ്റെ താളിയോലയിൽ ഒരു ചിത്രമായി പതിഞ്ഞു. സൂര്യനാരായണൻ ക്ഷീണത്തോടെ നഗരം വിട്ടുകൊണ്ട് അപ്പോഴേക്കും പടിഞ്ഞാറേ ദിശയിലേക്ക് പോയിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കിരണങ്ങൾ ആകാശത്തിന് പല വർണ്ണങ്ങൾ നൽകി. തൻ്റെ കിരണങ്ങളാൽ വാനിൽ പുടവ നെയ്യുന്ന ആ ആദിത്യനെ ഞാൻ വളരെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. ഇവിടെ നിന്ന് ഞാൻ ആദിത്യനെ നോക്കിയപ്പോൾ അവളിൽ നിന്നും ദൂരേക്ക് ഗമിക്കുന്ന പതിയുടെ ഭാവമാകുന്നു എനിക്കപ്പോൾ അദ്ദേഹത്തിൽ പ്രതീതമായതും. തെളിഞ്ഞ വാനിൽ ഒരു ഒറ്റ ഇരുണ്ട മേഘം ഞാൻ കണ്ടു. ഒരു പക്ഷേ അതുകൊണ്ടാവണം എനിക്കങ്ങനെ തോന്നിയതും. അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞതായി എനിക്ക് ശ്രവിക്കാമായിരുന്നു, നമുക്ക് നാളെ കാണാം എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആദിത്യൻ മറഞ്ഞു.